ലൈവില് രതീഷ് ശ്രീതുവുമായിട്ട് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ശ്രീതുവിന്റെ ഗെയിം എന്താണെന്ന് അറിയാനുള്ള പ്ലാനാണ് രതീഷ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീതുവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇതുവരെ നിന്നത് നല്ലൊരു ഗെയിം ആയിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഒരു 50 ദിവസമൊക്കെ ആയി, ഇനി എന്താണ് തുടർന്നുള്ള ഗെയിം പ്ലാൻ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതുപോലതൊക്കെ നിൽക്കാനാണോ ഉദ്ദേശിക്കുന്നത്? ഇതാണോ ഗെയിം പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ ശ്രീതു പറയുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ രാത്രി ഇരുന്നുകൊണ്ട് അവിടെ ഇരുന്നും ഇവിടെ ഇരുന്നും ഒക്കെ നിങ്ങൾ നാളെ എന്ത് ചെയ്യണം, എങ്ങനെ വർത്തമാനം പറയണം, എങ്ങനെ ഗെയിം കളിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എൻ്റെ മുന്നിൽ എന്ത് ആ സമയത്ത് വരുന്നോ അതിനനുസരിച്ച് ഞാൻ പറയുന്നു, പ്രവർത്തിക്കുന്നു. അല്ലാതെ ഞാൻ മുൻകൂട്ടി ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല എന്ന് ശ്രീതോട് പറയുന്നുണ്ട്. രതീഷ് അവിടെ ഉദ്ദേശിച്ചത് ശ്രീതു അവിടെ ക്യൂട്ട്നെസ് വാരി വിതറി അർജുൻ്റെ ഒപ്പമുള്ള ഒരു കോംബോ സൃഷ്ടിച്ചു നിൽക്കുന്ന വെറും ഒരു മത്സരാർത്ഥി മാത്രമാണ് എന്നുള്ളതാണ് രതീഷ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് രതീഷ് അവിടെ ചോദിക്കാനായിട്ട് ഉദ്ദേശിച്ചതും. പക്ഷേ സ്ട്രെയിറ്റ് ആയിട്ട് ശ്രീതുവിൻ്റെ അടുത്ത് ചോദിക്കാൻ വയ്യാത്തതുകൊണ്ട് ഇതുവരെ നിന്ന പോലൊക്കെ തന്നെയാണോ നിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇനി ഇങ്ങനെ നിന്നാൽ പറ്റില്ല എന്നുള്ളൊരു അർത്ഥത്തിലാണ് രതീഷ് അവിടെ സംസാരിക്കുന്നത്. പക്ഷേ ശ്രീതു ഒന്നും മനസ്സിലാവാത്ത മട്ടിലാണ് ശ്രീതുവിന്റെ മറുപടികളായിരുന്നത്. എൻ്റെ ഗെയിം ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയാണ് ഗെയിം കളിക്കാനായിട്ട് അറിയുന്നത്. നിങ്ങളെപ്പോലെ പ്ലാൻ ചെയ്ത് തലേദിവസം പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അങ്ങനെയൊന്നും ഗെയിം കളിക്കാനായിട്ട് എനിക്കറിയില്ല എന്ന് ശ്രീതു പറഞ്ഞുകൊണ്ട് രതീഷിന്റെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ടായിരുന്നു. അപ്പൊ രതീഷ് പറയുന്നുണ്ടായിരുന്നു, ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടൊന്നല്ല ഇപ്പോൾ ശ്രീതുവിന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്, ഞാനിപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു ഇതിൽ സംസാരിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീതുവിന്റെ അടുത്ത് ഒരു നമ്പറൊക്കെ ഇറക്കുന്നുണ്ടായിരുന്നു. ശ്രീതു പറഞ്ഞു, കുഴപ്പമില്ല, ഞാനും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല ചേട്ടൻ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീതുവും ഒഴിഞ്ഞു മാറുകയായിരുന്നു രതീഷിന്റെ അടുത്തുനിന്ന്.